തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയ സമയത്ത് കോൺഗ്രസിന് ശക്തമായിട്ടുള്ള പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ആരാണ് പത്മജ വേണുഗോപാലിനെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പാളയത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്ന് മലയാളികൾ ഒന്നടങ്കം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ തന്നെ അറിയാവുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഘടകം മാത്രമൊന്നുമല്ല ഈ പത്മജ വേണുഗോപാലിനെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്ന്, മറിച്ച് ഡൽഹിയിൽ നിന്നുള്ള വളരെ ശക്തമായിട്ടുള്ള ചരടുവലികളുടെ ഭാഗമായിട്ട് തന്നെയാണ് പത്മജ വേണുഗോപാൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിന് ശക്തമായിട്ട് പത്മജ വേണുഗോപാലിനെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തിക്കാൻ ശക്തമായിട്ട് ചരടുവലികൾ നടത്തിയിട്ടുള്ളത് അമിത്ഷായുടെ വിശ്വസ്തനായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള മലയാളിയായിട്ടുള്ള തൃശ്ശൂർ സ്വദേശി അരവിന്ദ് മേനോൻ എന്ന പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിയാണ് പത്മജ വേണുഗോപാലിനെ ഈ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ആരാണ് ഈ അരവിന്ദ് മേനോൻ? മലയാളികൾക്കത്ര വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല. അദ്ദേഹം മലയാളിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലവും വിദ്യാഭ്യാസവും ഒക്കെ തന്നെ മധ്യപ്രദേശിലാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. പ്രശസ്തമായിട്ടുള്ള ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബിരുദവും ബിരുദാനന്ദ ബിരുദവും ഒക്കെ തന്നെ പൂർത്തീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം RSSൽ മധ്യപ്രദേശിൽ പ്രവർത്തിച്ചിട്ട് പിന്നീട് ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിച്ച് അവിടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലെത്തി അവിടുത്തെ മികച്ച പ്രകടനങ്ങളുടെ ഭാഗമായിട്ട് ബീഹാറിൽ, ഉത്തർപ്രദേശിൽ, ബംഗാളിൽ ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊക്കെ വഹിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. അമിത്ഷായുടെ വളരെ വിശ്വസ്തനായിട്ടുള്ള വ്യക്തി കൂടിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അരവിന്ദ് മേനോനെ പോലെയുള്ള ആളുകളൊക്കെ കേരളത്തിനെ വളരെ കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് മറ്റു പാർട്ടികളിലെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണെന്ന് മുൻകൂട്ടി തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് പോലെ വളരെ പ്രധാനപ്പെട്ട പാർട്ടികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു സന്ദർഭത്തിൽ തന്നെ എതിരാളികൾക്ക് കരണത്തടി കൊടുക്കുന്നത് പോലെ അവരുടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയൊക്കെ തങ്ങളുടെ പക്ഷത്തെ കാക്കുന്ന ഒരു വ്യക്തി വളരെ പ്രഗത്ഭനാണ് എന്നുള്ളതൊക്കെ ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അരവിന്ദ് മേനോനെ പോലെയുള്ള ആളുകൾ കേരളത്തെ വളരെയേറെ ശ്രദ്ധിച്ച് മുന്നോട്ട് നോക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയിലെ ആളുകൾക്ക് വളരെയേറെ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. അതേസമയം കേരളത്തിലെ ഇടതിൻ്റെയും വലതിൻ്റെയും നെഞ്ചെടുപ്പ് കൂടിക്കൊണ്ടേയിരിക്കും. മറ്റൊരു കൂട്ടരുണ്ട്, ഈ പത്മജ വേണുഗോപാലൊക്കെ പാർട്ടി മാറിയത് കൊണ്ടൊന്നും യാതൊരു പ്രശ്നവുമില്ല, യാതൊരു ചുക്കുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവർ. അവരോടൊക്കെ തന്നെ സുബോധമുള്ള ആളുകൾക്ക് പറയാനുള്ളത്, പിന്നെ എന്തിനാണ് ഈ ഒരു പാർട്ടി മാറ്റത്തിലൂടെ അല്ലാതെ ഈ കെ മുരളീധരനെയൊക്കെ വടകര സിറ്റിംഗ് MP ആയിട്ടുള്ള ഈ കെ മുരളീധരനെ പിടിച്ച് തൃശ്ശൂരിലേക്ക് കൊണ്ടുവരികയും കരുണാകരൻ്റെ തട്ടകം പിടിച്ചു നിർത്താൻ എന്നൊക്കെ നിരന്തരം പ്രചരിപ്പിക്കുന്നത്? പത്മജ വേണുഗോപാലിനെ കോൺഗ്രസിൽ നിന്ന് അടർത്തി മാറ്റി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തിച്ചത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പരാജയമാണ് എന്നുള്ളതൊക്കെ കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം.